ഹായ്, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. എല്ലാവർക്കും ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ? ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിച്ചു. ഏതാ നമ്മൾ ഇന്നലെ പഠിച്ചത്? യെസ്, കോമ്പിനേഷൻ റിയാക്ഷൻസ് അല്ലേ? പഠിച്ചു. ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ മിസ് പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? യെസ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ദ സെക്കൻഡ് കാറ്റഗറി ഓഫ് റിയാക്ഷൻസ് ദാറ്റ് ആർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നും മിസ്സിന് ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളോട്. ജനറൽ നോളജ് നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇടയ്ക്കിടയ്ക്ക്. യെസ്, ഇന്നത്തെ എന്റെ ചോദ്യം ഇതാണ്: ഹു ഹാസ് ബിക്കം ദ വേൾഡ്സ് യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ ഇൻ ഡിസംബർ 2024? കഴിഞ്ഞ വർഷം ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ്, ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായിട്ട് അനൗൺസ് ചെയ്ത ആരാണത്? അത് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാണ്. കാരണം എന്താ, ഒരു ക്ലൂ പറയാം. നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരനാണ് അല്ലേ? നമുക്കെല്ലാം അഭിമാനമായിട്ട് മാറിയ ഒരാളാണ്. ഓക്കെ, അപ്പം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ആൻസർ മിസ് ക്ലാസിന്റെ അവസാനം പറയാം കേട്ടോ. ഓക്കെ, let's move into the class. Okay, that is the type 2 chemical reactions that is called a decomposition reaction. എന്താണ് decomposition reaction? Yes, as you can see in the slide, the reaction in which a single compound breaks down into two or more elements or compounds when the energy is supplied in the form of heat, electricity or sunlight. Yes, എന്താണ്? നമ്മൾ ഏതെങ്കിലും തരത്തിലെ എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ either in the form of heat or electricity or sunlight, ഏതെങ്കിലും തരത്തിലുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ കോമ്പൗണ്ട് ഇറ്റ്സ് ഗെറ്റ് ഡീകമ്പോസ് ടു, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ടു ഓർ മോർ ന്യൂ കോമ്പൗണ്ട്സ് ആയിട്ട്, അല്ലെങ്കിൽ ടു ഓർ മോർ ന്യൂ എലമെന്റ്സ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ദ കോമ്പിനേഷൻ റിയാക്ഷൻ. നമ്മൾ ഇന്നലെ പഠിച്ച കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെ? എന്തായിരുന്നു കോമ്പിനേഷൻ റിയാക്ഷൻ? എന്തായിരുന്നു? ഒന്ന് ഓർത്തെടുത്തേ, പെട്ടെന്ന് ഓർത്തെടുത്തേ. യെസ്, two or more substance combined together to form another single product, a new product, that is called combination reaction. ആ കോമ്പിനേഷൻ റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ദാറ്റ് ഇസ് സിമ്പിൾ. എന്താണ്? ഏതെങ്കിലും ഫോമിലുള്ള ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ a single compound is break down into two or more new substances or new product or new elements. That is called a decomposition reaction. Okay, let's see. On the basis of the energy provided, we can classify the decomposition reactions into three categories. മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. That is the thermal decomposition, second one is the electrolytic decomposition, and third one is the photolytic decomposition. Okay, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡീകമ്പോസിഷൻ റിയാക്ഷനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ് തെർമൽ ഡീകമ്പോസിഷൻ? ഇഫ് വി ആർ പ്രൊവൈഡിങ് ദ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ഹീറ്റിന്റെ ഫോമിലാണ് നമ്മൾ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. Then if we are providing the energy in the form of electricity, it is called electrolytic decomposition reaction. And finally, if we are providing energy in the form of sunlight, then that is called photolytic decomposition reaction. Okay, നിങ്ങൾക്ക് എക്സാമ്പിൾസ് പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസ് വെച്ച് തന്നെയാണ് നമ്മൾ എന്താണ് യെസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ദ എന്താണ്? തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താണ്? തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് നോക്കൂ, നമുക്കൊരു എക്സ്പെരിമെന്റ് നോക്കാം അല്ലെ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. എന്താണ് പറഞ്ഞേക്കുന്നത്? യെസ്, 2 gram ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബ്. ബോയിലിംഗ് ട്യൂബ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ടെസ്റ്റ് ട്യൂബിനെയാണ് നമ്മൾ ബോയിലിംഗ് ട്യൂബ് എന്ന് പറയുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. സോ ഒരു ഡ്രൈ, വെള്ളത്തിന്റെ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബിൽ നമ്മൾ 2 gram ഫെറസ് സൾഫേറ്റ് എടുക്കുന്നു. എന്താണ് ഫെറസ് സൾഫേറ്റിന്റെ കളറ്? യെസ്, ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ. ഗ്രീൻ കളറാണ്. കാരണം ഫെറസ് സൾഫേറ്റിന്റെ കെമിക്കൽ ഫോമുലയാണ് FeSO4. നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണുന്നുണ്ട്. ആൻഡ് ദിസ് ഫെറസ് സൾഫേറ്റ് ഇസ് നോൺ ആസ് ഗ്രീൻ വിട്രിയോൾ. ഗ്രീൻ വിട്രിയോൾ എന്നൊരു പേര് കൂടെ ഉണ്ട് ഫെറസ് സൾഫേറ്റിന്. കാരണം ഫെറസ് സൾഫേറ്റിന്റെ
ഗ്രീൻ കളർ, പച്ച കളർ കൊണ്ട് അതിനെ നമ്മൾ ഗ്രീൻ വിട്രിയോൾ എന്ന് പറയുന്നു. ഡു യു നോ ദ വിച്ച് വൺ ഇസ് ദ ബ്ലൂ വിട്രിയോൾ? ദാറ്റ് ഇസ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിന് എന്താണ്? ബ്ലൂ കളറാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്ന ആരെയാണ്? ആ ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്ന ഫെറസ് സൾഫേറ്റിനെ നമ്മൾ ഒരു ഡ്രൈ ബോയിലിംഗ് ട്യൂബിൽ എടുക്കുന്നു. എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ദാ ഈ ഈ കുട്ടി കാണിക്കുന്ന പോലെ നമ്മൾ അതൊന്ന് ഒരു ബർണർ ഉപയോഗിച്ച് ഇതുപോലെ ഹോൾഡർ, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് കൊടുക്കുന്നു. ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽ. പച്ച കളറിൽ അല്ലെങ്കിൽ ഗ്രീൻ കളറിലായിരുന്ന ഫെറസ് സൾഫേറ്റ് ക്രിസ്റ്റൽസ് ഏത് കളറിലേക്ക് മാറുന്നു? യെസ്, ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളർ. ഏത് കളറിലേക്കാണ് മാറുന്നത്? യെസ്, അതൊരു ബ്രൗണിഷ് ബ്ലാക്ക് കളറിലേക്ക് മാറുന്നു. അതിനോടൊപ്പം തന്നെ അതിനകത്തുനിന്ന് നല്ല പഞ്ചൻ സ്മെല്ല്, നല്ല അതിശക്തമായ ഒരു മണം അതിനകത്തുനിന്ന് വരുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബേണിംഗ് ഓഫ് സൾഫർ. എന്താണ്? ഫെറസ് സൾഫേറ്റിനകത്ത് എന്തുണ്ട്? സൾഫർ ഉണ്ട്. അപ്പൊ ആ സൾഫറിന്റെ ബേണിങ്ങിന്റെ ഫലമായിട്ട് നല്ല അതിശക്തമായ ഒരു രൂക്ഷഗന്ധം, ദാറ്റ് ഇസ് കോൾഡ് പഞ്ചൻ സ്മെല്ല് എന്നാണ് പറയാം. ഒരു കുത്തുന്ന മണം, അങ്ങനെ പറയാം. ഒരു പഞ്ചൻ സ്മെല്ല് നമുക്ക് വരുന്നു. അപ്പൊ സ്മെല്ലൊക്കെ നമ്മൾ ഡയറക്റ്റ് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ മൂക്കിനകത്തോട്ടൊന്നും വലിച്ചു കയറ്റരുത്. അങ്ങനെ ഒന്നും കെമിക്കൽ സബ്സ്റ്റൻസ് ഒന്നും അങ്ങനെ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇത് ആ കുട്ടി കാണിക്കുന്ന പോലെ, പിക്ചറിലെ കുട്ടി കാണിക്കുന്ന പോലെ നമ്മുടെ ഫേസിൽ നിന്നും ടെസ്റ്റ് ട്യൂബ് അകലേക്ക് മാറ്റി പിടിച്ച് മറ്റേ ഹാൻഡ് കൊണ്ട് അത് പതുക്കെ ഇങ്ങനെ കേട്ടോ, നമ്മുടെ മണം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ ആ ഫ്യൂംസ് ഇങ്ങനെ ജസ്റ്റ് പതുക്കെ അകത്തി പിടിച്ചിട്ടേ നമ്മൾ സ്മെല് ചെയ്യാവുള്ളൂ കേട്ടോ. ഒക്കെ ഒരു ഡേഞ്ചറസ് ആണ്. അങ്ങനെ കെമിക്കൽ സബ്സ്റ്റൻസിനെ നേരിട്ട് നമ്മുടെ മുഖത്തേക്കും വായിലേക്കും കയ്യിലേക്കും ഒക്കെ എടുത്ത് ഡീൽ ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താ ഒബ്സർവ് ചെയ്തത്? യെസ്, ഗ്രീൻ കളർ ഫെറസ് സൾഫേറ്റ് എന്തായിട്ട് മാറുന്നു? അതൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ദിസ് ഇസ് ദ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ദയർ. ഓക്കെ, എന്താ സംഭവിച്ചത്? ഫെറസ് സൾഫേറ്റിന്റെ ഫോമുലയാണ് FeSO4. ഓക്കെ, FeSO4നെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രീൻ കളറിലുള്ള ഫെറസ് സൾഫേറ്റ് എന്തായിട്ട് മാറുന്നു? ഇറ്റ് ഇസ് ഫെറിക് ഓക്സൈഡ്, Fe2O3 ഫെറിക് ഓക്സൈഡ് പ്ലസ് സൾഫർ ഡയോക്സൈഡ് പ്ലസ് സൾഫർ ട്രയോക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നോണ്ടാണ്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നോണ്ടാണ് അവിടെ അത് ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? യെസ്, ദ ഫെറസ് സൾഫേറ്റ് ഈസ് അണ്ടർഗോയിങ് തെർമൽ ഡീകമ്പോസിഷൻ. അല്ലെ, ഹീറ്റിന്റെ ഫോമിൽ നമ്മൾ എനർജി പ്രൊവൈഡ് ചെയ്തപ്പോൾ ഫെറസ് സൾഫേറ്റ് തെർമൽ ഡീകമ്പോസിഷന് വിധേയമായി ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും പോലെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ ഫോം ചെയ്യുന്നു. സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ ഫോർ തെർമൽ ഡീകമ്പോസിഷൻ. ഇവിടുത്തെ കളർ ചേഞ്ച് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എക്സ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഹീറ്റ് ചെയ്തു, അത് ഹീറ്റ് ചെയ്തപ്പോഴത്തേനും അത് ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ട് മാറി, ഐഡന്റിഫൈ ദിസ് റിയാക്ടൻസ് ആൻഡ് സബ്സ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ നല്ലോണം ക്ലിയർ ആക്കി പോണം കേട്ടോ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞു. ഡീകമ്പോസിഷന്റെ സെക്കൻഡ് ടൈപ്പ് ഞാൻ പറഞ്ഞു. ദാറ്റ് ഇസ് ദ എന്താണ്? ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ. ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്. എന്താ അവർ പറഞ്ഞേക്കുന്നത്? ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് മഗ് എടുക്കുക. ആ പ്ലാസ്റ്റിക് മഗ്ഗിനകത്ത് താഴെ 2 ഹോൾ ഇടണം. ഇതിനകത്ത് വാട്ടർ എടുക്കണം. പ്ലാസ്റ്റിക് മഗ്ഗിൽ വാട്ടർ എടുക്കണം. താഴെ 2 ഹോൾ ഇട്ടിട്ട് അതൊരു എന്താണ് റബ്ബർ സ്റ്റോപ്പർ കൊണ്ട് അടയ്ക്കണം. ആൻഡ് 2 ഇലക്ട്രോഡ്സ്, ഈ ഗ്രാഫൈറ്റ് റോഡ് എന്ന് പറഞ്ഞേക്കുന്നതാണ് ഇലക്ട്രോഡ്സ്. ഈ 2 ഇലക്ട്രോഡ്സ് അവിടെ പ്ലേസ് ചെയ്യണം. ദെൻ 2 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. ആ 2 ടെസ്റ്റ് ട്യൂബുകളിലും വെള്ളം നിറച്ച് അത് ഇൻവേർട്ടഡ് ആയിട്ട്, അതായത് തല തിരിച്ച് ഈ ഇലക്ട്രോഡിന്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, യെസ്. ദെൻ ഈ ഇലക്ട്രോഡ്സിനെ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? ഒരു 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ദിസ് ഇലക്ട്രോഡ് വിൽ ആക്ട് ആസ് ദ ആനോഡ്, ആൻഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ദിസ് ഇലക്ട്രോഡ് വിൽ ആക്ട് ആസ് ദ കാഥോഡ്. ഓക്കെ, കാഥോഡും ആനോഡും. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. നമ്മള് ഈ സ്വിച്ച് ഉപയോഗിച്ച്
ഇതിലൂടെ ബാറ്ററി ഉപയോഗിച്ച് ഈ ജലത്തിലേക്ക് എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം, വൈദ്യുതി പാസ് ചെയ്യണം. ഓക്കെ, വൈദ്യുതി പാസ് ചെയ്യുമ്പം അഥവാ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്? യെസ്, ഹിയർ ദ ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ വിൽ ടേക്സ് പ്ലേസ്. വാട്ടറിന്റെ ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ അവിടെ സംഭവിക്കുന്നു. നമുക്കറിയാം വാട്ടർ H2O, വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഏതൊക്കെ കമ്പോണൻസ് ആയിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് ആയിട്ടായിരിക്കും മാറുന്നത്? യെസ്, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലെ? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തുമല്ലേ വാട്ടർ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, വാട്ടർ ഡീകമ്പോസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? വാട്ടർ ഡീകമ്പോസസ് ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എനർജി ഫോം ഏതാണ്? ദാറ്റ് ഈസ് electricity. Energy is provided in the form of electricity. So this is an example of electrolytic decomposition. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. Okay, without delay we can get into the next slide. That is the photolytic decomposition. എന്താണ്? Photolytic decomposition. എന്താണ് photolytic? Photolytic means something related to light. Photo means photosynthesis എന്ന് പറഞ്ഞാൽ എന്താണ്? സൺലൈറ്റ് ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷനകത്ത് നമ്മൾ ഏത് കോമ്പൗണ്ടാ എടുക്കുന്നത്? ദാറ്റ് ഈസ് സിൽവർ ക്ലോറൈഡ്, AgCl. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലുള്ള സിൽവർ ക്ലോറൈഡ് എടുക്കുന്നു. അത് ഇതിലെടുക്കുന്ന ഒരു ചൈന ഡിഷ്, ഇതുപോലെ ഒരു പാത്രം. ഒരു ചൈന ഡിഷിൽ സിൽവർ ക്ലോറൈഡ് എടുത്തിട്ട് ഇറ്റ് ഈസ് അലൗഡ് ടു എക്സ്പോസ് ടു സൺലൈറ്റ്. നമ്മൾ സൺലൈറ്റിൽ കൊണ്ട് പ്ലേസ് ചെയ്യും, അവിടെ കൊണ്ട് വെക്കുന്നു. കുറെ നേരം സൺലൈറ്റ് അതിലേക്ക് കിട്ടത്തക്ക രീതിയിൽ അത് അവിടെ പ്ലേസ് ചെയ്യും. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം വി ക്യാൻ സീ ആ വൈറ്റ് കളർ സിൽവർ ക്ലോറൈഡ് ക്രിസ്റ്റൽസിന് എന്ത് മാറ്റം സംഭവിച്ചു? അതൊരു ഗ്രേ കളറായിട്ട് മാറി. എന്തായിട്ട് മാറി? ഒരു ഗ്രേ കളറായിട്ട് മാറി. അവിടെ എന്താ നടന്നേ? അവിടെ സംഭവിച്ചതാണ് ദാറ്റ് ഈസ് ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ഓക്കെ, സൺലൈറ്റ് എന്ന എനർജി, സൺലൈറ്റിന്റെ ഫോമിലുള്ള എനർജി ഉപയോഗിച്ച് സിൽവർ ക്ലോറൈഡ് എന്താണ്? ഡീകമ്പോസിഷന് വിധേയമാകുന്നു. സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് സിൽവറും ഫ്ലോറിനുമായിട്ട് മാറും. സിൽവറിന്റെ ഗ്രേ കളറാണ് ആ ചൈന ഡിഷിൽ നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് കോൾഡ് ദ ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് ഇതിനകത്തെല്ലാം തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻസിനകത്തെല്ലാം എനർജി ഈസ് അബ്സോർബ്ഡ് അല്ലെ? എയ്തർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഓർ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിസിറ്റി ഓർ ഇൻ ദ ഫോം ഓഫ് സൺലൈറ്റ്. ഓക്കെ, എനർജി ഈസ് അബ്സോർബ്ഡ്. ഓക്കെ, എനർജി അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസ് എന്താണെന്നാ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിനെ എന്താണെന്നാ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ദാറ്റ് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻസ് അല്ലെ? എനർജി അബ്സോർബ് ചെയ്യുന്നത് എൻഡോതെർമിക്, അത് ഹീറ്റ് എനർജി ആണെങ്കിൽ എൻഡോതെർമിക്. ഓക്കെ, അങ്ങനെ പറയും. അപ്പം ജനറലി വി ക്യാൻ സേ ദിസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ എൻഡോതെർമിക് ഇൻ നേച്ചർ അല്ലെ? ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കോമ്പിനേഷൻ റിയാക്ഷൻസോ ദേ ആർ എക്സോതെർമിക് ഇൻ നേച്ചർ. ഓക്കെ, അങ്ങനെ നമുക്ക് ജനറലി നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക് ഇൻ നേച്ചർ whereas the decomposition reactions are endothermic in nature. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇനി രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഞാനൊരു കാര്യം മറന്നുപോയി. യെസ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ആരാണ് 2024 ഏറ്റവും പ്രായം കുറഞ്ഞ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആയിട്ട് വന്നത് ആരായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മളന്ന് ഒരുപാട് ആഘോഷിച്ചാണ് അല്ലെ? യെസ്, ഗുകേഷ് അല്ലെ? ഗുകേഷ്. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള, നിങ്ങളെക്കാട്ടിലും ഒരു 2-3 വയസ്സ് മാത്രം കൂടുതലുള്ള, നമുക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ? നിങ്ങൾ അത്രയും ചെറുപ്പക്കാരനായിട്ട് ഒരു ആള് ഇത്രയും ഒരു വേൾഡ് ചെസ് ചാമ്പ്യൻ ആയിട്ട് വന്നു അല്ലെ? നമുക്കൊരു അഭിമാനമാണ് ഗുകേഷ് അല്ലെ? അപ്പൊ ആൻസർ ഈസ് ഗുകേഷ്. ഗുകേഷ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആയിട്ട് കഴിഞ്ഞ വർഷം 2024 അനൗൺസ് ചെയ്യപ്പെട്ടത്. ഓക്കെ,
അപ്പൊ ഇന്നത്തെ ക്ലാസ്സും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.